ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ടു ന്യൂ വീഡിയോ. മാർക്കറ്റ് നല്ല രീതിയിൽ സൈഡ് വൈസ് ആയിരുന്നു. ഇന്ന് സെല്ലേഴ്സിൻ്റെ കയ്യിലായിരുന്നു മാർക്കറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മനസ്സിലായി, സെല്ലേഴ്സിന് വേണ്ടിയിട്ടുള്ള മാർക്കറ്റ് സിനാരി ആയിരുന്നു നടന്നത്. ഇതിലൊരു പ്രോഫിറ്റ് എടുക്കാന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമില്ല. രാവിലെ ഒരു 11:30 വരെയും മാർക്കറ്റിലൊരു തീറ്റടിക്കാൻ മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഒരു പ്രോഫിറ്റ് ഒന്നും രാവിലെ 11:30 വരെ നിങ്ങൾക്ക് കിട്ടില്ല. സി ആണെങ്കിലും ബി ആണെങ്കിലും അടിയിലേക്ക് തന്നെ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റില്ല. പിന്നെ 11:30 ശേഷം നമുക്ക് എൻട്രികൾ കിട്ടിയാണത്. എൻട്രികൾ കിട്ടിയാൽ ഈ പറഞ്ഞ പോലെ കോസ്റ്റ് പോയിട്ടുള്ള അല്ലെങ്കിൽ ഒരു 2-3 രൂപ ലോസ് വരുന്ന ട്രേഡുകളുണ്ട്. 2-3 പോയിൻ്റ് കേട്ടോ. നമ്മൾ നിഫ്റ്റിയിൽ 10 പോയിൻ്റാണ്, സെൻസസിൽ 40 പോയിൻ്റാണ് അസല്. അപ്പോൾ സെൻസസിൽ ഒരു 10 പോയിൻ്റ്, നിഫ്റ്റിയിൽ ഒരു 2-3 പോയിൻറ്റും അങ്ങനെയൊക്കെ ഇറങ്ങി പോകാൻ പറ്റുന്ന കുറച്ച് ട്രേഡുകളുണ്ടായിരുന്നു. പിന്നെ നമുക്കൊരു 1:2 അടിച്ചിട്ടുള്ള ഒരു ട്രേഡുണ്ട്. പിന്നെ പ്രോപ്പറായിട്ടൊരു 10 പോയിൻ്റ് എസ് എന്നുള്ള ട്രേഡുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇത് പ്രത്യേകിച്ച് ഒന്നും എടുത്ത് കാണിച്ചു തരാമില്ല. 23,200 സി, 76,700, 23,350 സി, 76,800 സി, ഇത്രയും സ്ട്രൈക്കുകളുണ്ടായിരുന്നു. ഇത്രയും പറഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ളൂ. എടുത്ത് കാണിക്കാൻ മാത്രം ഉള്ള കാര്യങ്ങളൊന്നുമില്ല. ഒരു 1:2 ഉണ്ട് എന്ന് മാത്രം. അത് ആ ടൈമിൽ എടുത്തവരുണ്ടെങ്കിൽ പ്രോഫിറ്റിലായി ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. സെൻസസിൽ നിന്നും പറയത്തക്ക ട്രേഡൊന്നും കിട്ടിയിട്ടില്ല. ഒരു മിനിമം 40 പോയിന്റ് കിട്ടിയ ട്രേഡ് വരെ ഇല്ല. എല്ലാം കോസ്റ്റ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു പ്രോഫിറ്റ് അല്ലെങ്കിൽ ചെറിയൊരു സെല്ല്, അങ്ങനെയാണ് എല്ലാ ട്രേഡുകളും. ചെറിയ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10ൻ്റെ അടിയിൽ, 40ൻ്റെ അടിയിൽ, അതാണ് ചെറിയ പ്രോഫിറ്റ് കേട്ടോ. ഇതാണ് നിഫ്റ്റി ചാർട്ട്. നിഫ്റ്റി ചാർട്ട് നമുക്ക് കാണുമ്പോൾ അറിയാം, ഫുൾ സൈഡ് വേസിലാണ്. ഏതെങ്കിലും റെസിസ്റ്റൻസ് സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രം നമുക്ക് നോക്കിയാൽ മതി. അത്രേ ഉള്ളൂ കാര്യം. ഇപ്പോൾ ഇന്നത്തെ ദിവസം കണ്ടു കഴിഞ്ഞാൽ 23,242 മോഡലിലൊരു ക്യാൻഡിൽ ക്ലോസ് തന്നെ കിട്ടിയേക്കണത്. കറക്റ്റായിട്ട് അവിടെ ക്യാൻഡിൽ ക്ലോസ് കിട്ടി. പിന്നെ അവിടെ നിന്ന് ഇത്തിരി മൂവ്മെൻറ്റ് നടത്തിൻ്റെ മുകളിലേക്ക്. പക്ഷേ അതിലൊക്കെ ഇതൊക്കെയും തീറ്റടിക്ക് അടിക്കുന്ന ഭാഗമാണ്. അതായത് 3 ദിവസം കഴിഞ്ഞിട്ട് തന്നെ മാർക്കറ്റിൽ 500+ ഓപ്പൺ ആയത്. ബേസിക്കലി അത്രയും വലിയ ഓപ്പൺ വരുമ്പോൾ പ്രീമിയം ഒക്കെ നല്ല രീതിക്ക് ഹൈക്കാവുമ്പോൾ ബേസിക്കലി ചൊവ്വാഴ്ച വേണ്ട പ്രീമിയം അല്ല രാവിലെ നിങ്ങൾക്ക് കിട്ടുക. അതുകൊണ്ട് തന്നെ വലിയ പ്രീമിയം കിട്ടും. നിങ്ങൾ വലിയ പ്രീമിയത്തിൽ ചാടി കയറി കഴിഞ്ഞാൽ ചൊവ്വാഴ്ച എടുക്കേണ്ട ഒരു പ്രീമിയം ഉണ്ട്. ഒരു 150-100 റേഞ്ചിലേക്കാണ് പ്രീമിയം കിട്ടേണ്ടത്. അതിൻ്റെ ഇടയിൽ കിട്ടിയാലേ പ്രോഫിറ്റിക്ക് പോകാൻ പറ്റുള്ളൂ. മുകളിലെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ സൈഡ് വേസ് ആവുന്ന സമയത്ത് തീറ്റ അടിക്ക് അടിക്കും. അങ്ങനെ നിങ്ങൾ സി എടുത്താലും പി എടുത്താലും അടിയിലേക്ക് വരുള്ളൂ. ഈ ഒരു നിഫ്റ്റിയുടെ ഈ ഒരു ചാർട്ട് കൊണ്ട് പറയാനുള്ളത് അതാണ്. കറക്റ്റായിട്ട് ഈസിയായിട്ട് പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു കാര്യം അതാണ്. വലിയ മൂവ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ പ്രശ്നമാണ്. സൈഡ് വേസ് നിൽക്കാൻ പറ്റില്ല. അതും ചൊവ്വാഴ്ചകളിൽ അങ്ങനെ പറ്റില്ല. ഒരു 100ൻ്റെ ഇടയിലൊക്കെ നമുക്ക് പ്രീമിയം കിട്ടി കഴിഞ്ഞാലേ നമുക്കൊരു മൊമെൻറ്റം കിട്ടുള്ളൂ. അല്ലെങ്കിൽ നല്ല ട്രെൻഡിങ് ആയിരിക്കണം. ട്രെൻഡിങ് ആണെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോൾ സൈഡ് വേസ് ആണെന്ന് ചെയ്യാലേ അതിൻ്റെ ഉള്ളൂ. പറയുമ്പോൾ ഇത് 1,300 ബാങ്ക് ഉണ്ട്, 1,500 സെൻസസ് ഉണ്ട്. പക്ഷേ കാര്യമില്ല. അത് വെള്ളിയാഴ്ചത്തെയും ഒക്കെ ഒരു ഹൈക്കാണ്. മനസ്സിലായില്ലേ? ശനി ഞായർ തിങ്കളായിട്ടുള്ള ഒരു ഹൈക്കാണത്. അത് കാര്യമില്ല. മാർക്കറ്റ് കണ്ടീഷനല്ല. മാർക്കറ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡ് വേസ് ആണ്. ട്രേഡ് എടുക്കാനൊന്നും പറ്റില്ല കേട്ടോ. നമ്മൾ പിന്നെ ബിറ്റ് കോയിനും എത്തേറിയം ഓപ്ഷൻസാണ് ട്രേഡ് ചെയ്യണത് കേട്ടോ. ഡെൽറ്റ എക്സ്ചേഞ്ച് ഇന്ത്യയിലാണ് നമ്മൾ ട്രേഡ് ചെയ്യണത്. ബിറ്റ് കോയിൻ എത്തേറിയം ഓപ്ഷൻസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ആവാം. ഡെൽറ്റ എക്സ്ചേഞ്ചിൽ നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് ജോയിൻ ആവുക. മനസ്സിലായില്ലേ? ഫ്രീ ഗ്രൂപ്പിലൊക്കെ ഇടുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് എത്തേറിയം ചെയ്യാൻ വേണ്ടത് ഒരു $3 to $10 ഇടയിലാണ് വേണ്ടത്. ബിറ്റ് കോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് $50 to $100 അതിൻ്റെ ഇടയിലൊക്കെ നിങ്ങൾക്ക് ഫണ്ട് വേണം. ഇതിനൊരു പെർട്ടിക്കുലർ ടൈമുണ്ട്. 4 മണി to 5:30 വരെ നമ്മൾ ചെയ്യുള്ളൂ. വേറെ ടൈമിൽ നമ്മൾ ബിറ്റ് കോയിനും എത്തേറിയം ഒന്നും ചെയ്യില്ല. വേറെ ടൈമിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പേഴ്സണലി എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അത് ചെയ്യില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ്. നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞുതരും. ഒഫീഷ്യലി ഗ്രൂപ്പിലിടുന്ന ടൈം എന്ന് പറഞ്ഞാൽ 4 മണി to 5:30 വരെയാണ്. ഞാൻ ഗ്രൂപ്പിലെടുക്കുന്ന ട്രേഡുകളെല്ലാതും ഓപ്ഷൻസ് ബേസ്ഡ് ആയിട്ടുള്ള ട്രേഡുകളാണ്. ഓപ്ഷൻ ചാർട്ട് നോക്കിയിട്ടുള്ള ട്രേഡുകളാണ്. സ്ട്രൈക്ക് ചാർട്ട് നോക്കിയിട്ടുള്ള ട്രേഡാണ് ഞാൻ ഗ്രൂപ്പിൽ കൊടുക്കുന്നത്. പ്യുവർലി നമ്മൾ സ്ട്രൈക്ക് നോക്കിയുള്ള ട്രേഡിങ്ങാണ്. അതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. സ്പോട്ട് നോക്കി ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ട്രേഡിങ് നടക്കില്ല. മനസ്സിലായില്ലേ? സ്ട്രൈക്ക് നോക്കി ചെയ്തുകൊണ്ട് കുറച്ച് ട്രേഡുകളൊക്കെ അങ്ങനെ കിട്ടി. സംഭവം കോസ്റ്റും 1:2 എസിലൊക്കെ വന്നിട്ടുണ്ട്. എല്ലാം ശരി തന്നെയാണ്. പക്ഷെ എന്ന് വെച്ചാൽ സ്പോട്ട് നോക്കി ചെയ്താലാണ് നമുക്ക് ഇതാണ് ക്ലാരിറ്റി കിട്ടുള്ളൂ. ബൈക്കിങ് സെല്ലിംഗ് ഒക്കെ നടക്കുന്നത് സ്ട്രൈക്കിലാണ് കേട്ടോ. സ്ട്രൈക്കിലാണ്. അപ്പോൾ സ്ട്രൈക്ക് ചാർട്ട് നിങ്ങൾ വന്നിട്ട് അനലൈസ് ചെയ്താൽ നമുക്ക് പ്രോഫിറ്റിക്ക് വരാൻ പറ്റുള്ളൂ. മാക്സിമം അത് നോക്കി നോക്കുക. അതിപ്പോൾ ഏത് സെഗ്മെൻ്റ് ആണെങ്കിലും ശരി കേട്ടോ. അതിപ്പോൾ ഡെൽറ്റ എക്സ്ചേഞ്ചിലെ ഓപ്ഷൻസ് ഉള്ളതുകൊണ്ടാണ് ഞാനത് ചെയ്യണത്. അല്ലെങ്കിൽ അത് ചെയ്യില്ല. അല്ലെങ്കിൽ നമുക്ക് കുറേ നേരം പറഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ വരും. മനസ്സിലായില്ലേ? നമുക്കൊരു 1 മിനിറ്റ്, 2 മിനിറ്റ്, 3 മിനിറ്റ്, 4 മിനിറ്റ്, 5 മിനിറ്റ് ഒറ്റ സ്ട്രെച്ച് നോക്കിയിട്ട് പറഞ്ഞു കൊടുക്കാൻ എളുപ്പമുള്ള കാര്യമില്ല. സ്പോട്ട് നോക്കി ചെയ്യല്.
അതിൻ്റെ ടാസ്ക്കാണ്. പിന്നെ നല്ല രീതിക്ക് അസുലം പോകും, മനസ്സിലായില്ല. അതുകൊണ്ടാണ് അത് സ്പോട്ട് നോക്കി ചെയ്യാത്തത്. ഓപ്ഷൻസ് ഉള്ളിടത്ത് സുഖമാണ് കാര്യങ്ങൾ കേട്ടോ. നമ്മൾ ട്രേഡ് ചെയ്യുന്നത് 1 മിനിറ്റ് ടൈം ഫ്രെയിമിനാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ട്രേഡുകൾ കിട്ടും. നിങ്ങൾ നോക്കിയിരുന്നാലേ കിട്ടുള്ളൂ. ഞാനിവിടെ ആക്റ്റീവ് അല്ല എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. എന്നാലും നിങ്ങൾ ചാർട്ട് നോക്കിയിരുന്നാലാണ് ട്രേഡ് കിട്ടുള്ളൂ. ചാർട്ട് നോക്കിയിരിക്കാൻ താല്പര്യമുള്ളവരൊക്കെയും 1 മിനിറ്റിൽ ട്രേഡ് ചെയ്യും കേട്ടോ. അത് വേറെ കേസ്. എന്തായാലും ടൈം എടുക്കും. ട്രേഡ് ആക്ടിവേറ്റ് ആവാൻ നല്ല ടൈം എടുക്കും. ആ ടൈം കൊണ്ട് നമുക്ക് പ്രോഫിറ്റിക്ക് വരാനും പറ്റും, കുഴപ്പമൊന്നുമില്ല. ട്രേഡ് എടുത്തിട്ട് കിട്ടിയ ട്രേഡ് പ്രോഫിറ്റിക്ക് വരാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ട്രേഡിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നന്നായിട്ട് പഠിച്ചിട്ട് ചെയ്യുക, നമ്മൾ പ്രോപ്പറായിട്ട് ലേൺ ചെയ്യുക, അതിനൊരു ടൈം കൊടുക്കുക. പിന്നെ മെയിനായിട്ട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടേതായിട്ടൊരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്താൽ അത്രയും ഉപകാരമാണ്, മനസ്സിലായില്ലേ. ഇപ്പം എൻ്റെ അടുത്ത് എന്തെങ്കിലും ടെക്നിക്കുകൾ നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളൊരു മെത്തേഡായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. നിങ്ങൾ ഒരു നല്ല മെത്തേഡ് ഒരു സിസ്റ്റയിൽ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നാൽ നമുക്ക് പ്രോഫിറ്റിക്ക് വരാൻ പറ്റും. ഇപ്പം എൻ്റെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിവ് കിട്ടുന്നുണ്ടെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് ഒരു പുതിയൊരു മെത്തേഡായിട്ട് അത് കൊണ്ടുവരാൻ പറ്റും. അവർക്ക് പ്രോഫിറ്റിക്ക് വരാനും പറ്റും, മനസ്സിലായില്ലേ. അങ്ങനെയൊക്കെ ബിൽഡ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ചോദിച്ചാലും മതി. പത്രങ്ങൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത് വെച്ചേക്കുക. നാളെ ബുധനാഴ്ചയാണ്. നല്ല ട്രേഡുകൾ കിട്ടട്ടെ എന്ന് വിചാരിക്കണം. അപ്പോൾ നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ.